കർഷകർക്ക് കൊടുക്കേണ്ട അംഗീകാരം കൊടുക്കാതെ വരുന്നതുകൊണ്ടാണ് പുതിയ തലമുറ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഇൻഫാം ദേശീയ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ കാർഷിക ജില്ലകളിലെ 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള കർഷകരെ ആദരിക്കുന്നതിനായി കാഞ്ഞിരപ്പള്ളി പൊടിമറ്റം സെന്റ് മേരീസ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന ഇൻഫാം വീർ കിസാൻ ഭൂമിപുത്ര അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ്. മണ്ണൊരിക്കലും ചതിക്കില്ലെന്നും ചതിക്കുന്നത് അധികാരികളാണെന്നും യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ഇൻഫാം ദേശീയ രക്ഷാധികാരിയും താമരശ്ശേരി രൂപത അധ്യക്ഷനുമായ മാർ റിമിജിയോ സിഞ്ചനാനിൽ പറഞ്ഞു. അവർ ലേഡി ഓഫ് ദി റോക്ക് എന്ന ഇറ്റാലിയൻ തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് വളരുന്ന മര്യഭക്തിക്ക് ഔദ്യോഗിക അംഗീകാരം നൽകി വത്തിക്കാൻ. വിശ്വാസ പ്രമാണത്തിനായുള്ള തിരുസംഘം പുറപ്പെടുവിച്ച ഔദ്യോഗിക പ്രഖ്യാപനം 2024 ജൂലൈ 16 ലോക്രി ഗസറിലുള്ള കാലിബ്രയൻ രൂപത പുറത്തുവിട്ടു. ജൂലൈ 5 ഫ്രാൻസിസ് പാപ്പ ഇതു സംബന്ധിച്ച കത്ത് അംഗീകരിച്ചിരുന്നു. ഇനി മുതൽ കത്തോലിക്ക വിശ്വാസികൾക്ക് ദേവാലയത്തിലേക്ക് തീർത്ഥാടനം നടത്താനും അവിടെ ആത്മീയ പരിപാടികൾ നടത്തുവാനും സാധിക്കും. 1968 18 വയസ്സുള്ള കോസ്മോ ഫെർഗുമനിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു ചാപ്പൽ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് തെക്കൻ ഇറ്റലിയിലെ സാന്താ ഡൊമിനിക്ക ഡി പ്ലാക്നയിൽ സ്ഥിതി ചെയ്യുന്ന അവർ ലേഡി ഓഫ് ദി റോക്ക് എന്ന ദേവാലയത്തിന്റെ ഉത്ഭവം. ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസിനായി അമേരിക്കയിലെ ഇൻഡ്യാനാപോളിസിൽ 10,000 ഒത്തുചേരുന്നു. ദിവ്യകാരുണ്യത്തിലെ യേശുവിനെ കണ്ടുമുട്ടാൻ ആളുകൾക്ക് പ്രചോദനം പകരുമെന്നാണ് മെത്രാൻമാർ പ്രതീക്ഷിക്കുന്നത്. ലൂക്കാസ് ഓയിൽ സ്റ്റേഡിയത്തിലും ഇന്ത്യൻ കൺവെൻഷൻ സെന്ററിലും നടക്കുന്ന 5 ദിവസത്തെ കോൺഗ്രസ് 2ാം ലോക മഹായുദ്ധത്തിനു ശേഷം അമേരിക്കയിൽ നടക്കുന്ന ആദ്യത്തെ ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസ് ആണ്. കാലിഫോർണിയ, മിനിസോട്ട, ടെക്സസ് എന്നിവിടങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച 4 തീർത്ഥാടന റൂട്ടുകളിലായി 6500 മൈൽ ദിവ്യകാരുണ്യ പര്യടനം നേരത്തെ നടന്നിരുന്നു. അമേരിക്കൻ കത്തോലിക്കരിലെ 1/3 പേരാണ് ദിവ്യകാരുണ്യത്തിൽ ക്രിസ്തുവിന്റെ സജീവ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നതെന്ന് 2019 പ്യൂ റിസർച്ച് സെന്റർ നടത്തിയ പഠനത്തിൽ നിന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് അമേരിക്കൻ മെത്രാൻ സമിതി ദേശീയ ദിവ്യകാരുണ്യ നവീകരണത്തിന് പദ്ധതിയിട്ടത്. യുദ്ധത്തിന്റെ പ്രതിസന്ധികളിൽ വലയുന്ന യുക്രൈനിലേക്ക് മാർപ്പാപ്പയുടെ പ്രത്യേക പ്രതിനിധിയായി കർദിനാൾ പിയത്രോ പരോളിൻ. യുക്രൈനിലെ ബോർദിജീവ് മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ ജൂലൈ 21 ഞായറാഴ്ച നടക്കുന്ന തീർത്ഥാടന സമാപന ആഘോഷങ്ങളിൽ കർദിനാൾ പിയത്രോ പരോളിൻ പങ്കെടുക്കും. യുക്രൈനിലും ലോകത്തിന്റെ എല്ലായിടങ്ങളിലും നടക്കുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി സമാധാന രാജ്ഞിയോട് അനവരതം പ്രാർത്ഥിക്കാനും അഹങ്കാരികളെ താഴ്ത്തുകയും എളിയവരെ ഉയർത്തുകയും ചെയ്യുന്ന ദൈവത്തിന് പ്രിയങ്കരിയായ പരിശുദ്ധ കന്യകയുടെ മാതൃക അനുകരിക്കുവാനും ഈ തീർത്ഥാടന സമാപന കർമ്മത്തിൽ പാപ്പ കത്തിൽ കർദിനാൾ പരോളിനോട് ആവശ്യപ്പെട്ടു. യുക്രൈനിലെ പ്രിയ ജനത അനുഭവിക്കുന്ന അങ്ങേയറ്റം പ്രയാസമേറിയ ഈ സമയത്ത് തന്റെ സഹാനുഭൂതിയും സാമീപ്യവും അവരെ അറിയിക്കണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. അറബ് മേഖലയിൽ ക്രൈസ്തവ വിശ്വാസത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്ന് സ്ഥിരീകരിച്ച് പുതിയ കണ്ടെത്തൽ. ബഹ്റൈനിലെ സമാഹിജ് മേഖലയിലാണ് അറേബ്യൻ ഗൾഫിലെ അറിയപ്പെടുന്ന ഏറ്റവും പുരാതനമായ ക്രിസ്ത്യൻ നിർമ്മിതി കണ്ടെത്തിയതായി ഗവേഷകർ സ്ഥിരീകരിച്ചത്. 1300 വർഷം പഴക്കമുണ്ടെന്നാണ് കണക്ക്. കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളുടെ റേഡിയോ കാർബൺ ഡേറ്റിംഗ് സൂചിപ്പിക്കുന്നത് AD 4-ാം നൂറ്റാണ്ടിനും 8-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിനും ഇടയിലാണെന്നാണ് കണക്ക്. ക്രൈസ്തവ ദേവാലയമായിരുന്നതിന്റെ വ്യക്തമായ സൂചനയായി 3 കുരിശുകൾ ഇവിടെ ദൃശ്യമാണ്. അവയിൽ 2 കെട്ടിടത്തെയാണ് അലങ്കരിച്ചിരിക്കുന്നത്. മുൻപ് ഗൾഫിൽ ഇറാൻ, കുവൈറ്റ്, UAE, കിഴക്കൻ സൗദി അറേബ്യ എന്നിവയുടെ വിദൂര പ്രദേശങ്ങളിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങളും ആശ്രമങ്ങളും ഉണ്ടായിരുന്നതായി നേരത്തെയും കണ്ടെത്തിയിരുന്നു.